രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ഫെനി നൈനാൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഒരു കാര്യം ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പച്ചക്കള്ളമാണ് ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഞാൻ മനസ്സാൽ അറിയാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലും ഇലക്ഷൻ സമയമാവുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ ഇത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പരാതി പറഞ്ഞ ആ വ്യക്തിയെ എനിക്ക് അറിവില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട്. മനസാക്ഷി ഒരു തരിമ്പെങ്കിലും, ഒരുപാടൊന്നും വേണ്ട, ഒരു തരിമ്പെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അങ്ങനെ ഒരു പരാതി എഴുതത്തില്ലായിരുന്നു. മനസാക്ഷി ഒരു തരിമ്പ് പോലും ഇല്ല എന്ന് എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ടു. കാരണം അവർ ഒരാവശ്യവുമില്ലാതെ ഞാൻ മനസ്സാലറിയാത്ത ഒരു കാര്യത്തിൽ എൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം പച്ചക്കള്ളങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് വീണ്ടും ഇത്ര ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേയും പലവിധമായ ആരോപണങ്ങൾ എൻ്റെ പേരിൽ എഴുതി ഇവിടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കേസിലെങ്കിലും ഒരു തെളിവെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ അത് കഴിഞ്ഞ് ആരോപണങ്ങൾക്ക് ശേഷം കൊടുക്കുവാനോ ഉറപ്പായിട്ടും ഇങ്ങനൊരു കക്ഷിയെ എനിക്ക് അറിയത്തില്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. XY ആരാണെങ്കിലും ഇങ്ങനൊരു സംഭവം എനിക്ക് അറിവുള്ളതല്ല. എന്നിട്ടും എൻ്റെ പേരിലാണ് ഈ ആരോപണം. വെറും വ്യാജ വാർത്തയാണ്, പച്ചക്കള്ളം. ഒരു വാർത്ത ഞാനിങ്ങനെ കാണാൻ ഇടയുണ്ടായി. ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഈ ആരോപണം വരുന്നതിന് മുമ്പേ ഇവിടെ ആളുകളും ഇവിടെ ഇത് തുറന്നു കിടക്കുന്നതായ വിഷ്വൽസ് നിങ്ങളുടെ ആരെയും കയ്യിലുണ്ടോ? ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് രാവിലെ തുറന്ന് ഇവിടുന്ന് മെറ്റീരിയൽസ് എടുത്ത് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും ഇവിടുത്തെ പ്രവർത്തകരും വീടാന്തരം വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് വട്ടം കൂടിയിരുന്നുള്ള ചർച്ചകളല്ല ഇവിടെ നടക്കുന്നത്. വീണ്ടും വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ ഇവർ സൃഷ്ടിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുള്ളത്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ നിയമ നടപടി ഞാൻ സ്വീകരിക്കുകയാണ്. DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഞാൻ മെയിലിലൂടെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വക്കീലുമായി ആലോചിച്ച് നാളെ തന്നെ ഈ വാർത്തയ്ക്കെതിരെ, ഈ വ്യക്തിക്കെതിരെ ഞാൻ അടിയന്തരമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത് ഉയർന്നു വരുന്നതിൻ്റെ ലക്ഷ്യം, നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. അത് തള്ളിക്കുവാൻ വേണ്ടി കൂടിയാണോ ഇപ്പോൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു പരാതി, വ്യാജ പരാതി സൃഷ്ടിച്ചതെന്ന് ഞാൻ സംശയിക്കുകയാണ്. ഈ പരാതിയിൽ സ്വാഭാവികമായും നിങ്ങൾ രണ്ടുപേരുടെയും പേരുള്ള സ്ഥിതിക്ക് DGPയുടെ കയ്യിലേക്ക് പരാതി എത്തിയ ഘട്ടത്തിൽ കേസ് വരും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ എന്താണ് അടുത്ത നിയമപരമായ എന്ത് നടപടി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പരിപൂർണമായി എനിക്ക് ബോധ്യമുള്ള അടിസ്ഥാനത്തിൽ എന്ത് നിയമ നടപടിയും, പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ, റിമാൻഡ് ചെയ്തോട്ടെ, എന്ത് കാര്യങ്ങൾ ചെയ്തോട്ടെ, എനിക്കൊരു ഭയവുമില്ല. ഞാൻ നീതിക്ക് വേണ്ടി പോരാടും, സത്യം വിജയിക്കും. കോടതിയിൽ എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ഇന്നലകളിൽ ഉള്ള കേസുകളിലും കോടതികളിൽ നിന്ന് എനിക്ക് അനുകൂലമായ വിധികളെ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കോടതിയിൽ എനിക്ക് പരിപൂർണമായി ഉറപ്പായിട്ടും ഇപ്പോഴും ഞാൻ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട് കയറിയ സ്ഥലത്തു നിന്നാണ് കടന്നു വന്നത്. ഇനിയും ഇത് കഴിഞ്ഞ് വീടുകൾ കയറാൻ പോവുകയാണ്. അത് പരാതിക്കാരിയെ വ്യക്തിപരമായിട്ട് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനൊരു സംഭവം ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല.
മുൻപും ഇത്തരത്തിലൊരു കാറിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയുമായി പോയി എന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സംഭവം ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ, എനിക്ക് 27 വയസ്സായി, ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഫെനി നൈനാനാണ് മാധ്യമങ്ങളെ കണ്ടത്. നിലവിൽ ഇപ്പോൾ KPCCക്ക് കോൺഗ്രസ് നേതാക്കൾക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടിയുടെ 23-കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയും കൂട്ടിക്കൊണ്ടുപോയി, കാറിൽ തന്നെയും കൂട്ടി ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ കാർ ഓടിച്ചിരുന്നത് ഫെനി നൈനാനായിരുന്നു. അപ്പോൾ ഫെനി നൈനാൻ ഒപ്പമുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ടാണ് തന്നെ ബലാത്സംഗം ചെയ്തത് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. ആ പരാതിയെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇപ്പോൾ ഫെനി നൈനാൻ. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നും ആ പരാതിക്കാരിയെ അറിയില്ല എന്നും ഇങ്ങനൊരു പരാതി വന്ന പശ്ചാത്തലത്തിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഫെനി ഇപ്പോൾ നടത്തുന്ന പ്രതികരണം.